പുൽക്കൂടിനുള്ളിൽ ഒരു കുഞ്ഞു പൈതൽ, മഞ്ഞിൻ കാറ്റിൻ കുളിരേറ്റുറങ്ങും. പുൽക്കൂടിനുള്ളിൽ ഒരു കുഞ്ഞു പൈതൽ, പോയി വണങ്ങാം ഈ രാവിൽ. ഇനി ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടും, മരച്ചില്ലകളിലെ മിന്നാമിനുങ്ങുകൾക്ക് പ്രകാശം കൂടും. പ്രകാശത്തിന്റെ പ്രകാശം ഭൂമിയിൽ അവതരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമന കാലത്തിലെ ചെറിയ ചിന്തയിലേക്ക് നമുക്കും കടക്കാം. സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ദൈവം ഭൂമിയുടെ മടിത്തട്ടിലേക്ക് ആഗതനാകുന്നു. സ്വർഗത്തിന് അവകാശപ്പെട്ടതിനെ ഭൂമിക്ക് കിട്ടിയതോർത്ത് നക്ഷത്രങ്ങൾ കണ്ണു ചെമ്മുന്നു. സ്വർഗം വിട്ട് ഭൂമിയെ തൊട്ടൊരാളെ മണ്ണ് സ്വാഗതം ചെയ്യുന്നതാണ് ക്രിസ്മസ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ സമൂഹം രക്ഷകന്റെ വരവിനായി പ്രത്യാശപൂർവ്വം ഒരുങ്ങുന്ന ഈ വേളയിൽ തിരുസഭാ മാതാവ് നമുക്ക് തരുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടവനാണ് ഏലിയ. ഹൃദയത്തിൽ തീയുടെ ചൂടുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു പ്രകാശം തന്നെയായിരുന്നു. യേശുവിനെയും യോഹന്നാനെയും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യം തിരിച്ചറിയാൻ അവർ വൈകി. പലപ്പോഴും സത്യം തിരിച്ചറിഞ്ഞ് അത് വിവേകത്തോടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴേ നാം ക്രിസ്തു ശിഷ്യരാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. ഈശോയുടെ ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് അവിടുത്തെ കരുണാർദ്രമായ സ്നേഹമാണ്. കർത്താവിന്റെ ആഗമനം കാത്തിരിക്കുന്ന നമുക്കും യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. മഞ്ഞിൻ കാറ്റിൻ കുളിരേറ്റുറങ്ങും. പുൽക്കൂടിനുള്ളിൽ ഒരു കുഞ്ഞു പൈതൽ, മഞ്ഞിൻ കാറ്റിൻ കുളിരേറ്റുറങ്ങും. പുൽക്കൂടിനുള്ളിൽ